നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നിരഞ്ജന കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അപർണ നിപ്പുണ്ടായിരുന്നു. അപർണയ്ക്ക് നിരഞ്ജനയെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങ് സഹിച്ചില്ല. പിന്നീട് നിരഞ്ജനയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഓ കള്ളസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിടന്ന് നെട്ടോട്ട് ഓടുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, അതെ ഞങ്ങൾക്ക് കള്ളസാക്ഷികളെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. ഞാൻ അറിയുന്നുണ്ട് നീയും നിന്റെ അച്ഛന് ഉണ്ണിത്തവക്കയിലും കൂടെ ചേർന്നിട്ട് കള്ളസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നേ. അത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, ആഹാ അപർണയപ്പം എല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം അല്ലേന്ന് ചോദിക്കുക. അജയ് വന്ന് കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ തരുന്നുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ അങ്ങനെ അല്ലാതെ ഇരിക്കുവോ? എൻ്റെ വക്കീലല്ല അജയ്, അപ്പം എന്നോട് കാര്യങ്ങളൊക്കെ പറയണമല്ലോ. ഞാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിക്കുക. പിന്നെ നീ എവിടെ കള്ളസാക്ഷികൾ ഉണ്ടാക്കിയിട്ട് എന്താവാനടി? ഒന്നും ആവാൻ പോകുന്നില്ല. നിനക്കോ നിന്റെ ആ പറയുന്ന ജാനിയടുത്തേക്കോ ഈ കേസ് ജയിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛനുണ്ടല്ലോ തമ്പി, ആരാന്ന് നിനക്ക് അറിയത്തില്ല. നീ എത്ര സാക്ഷികളെ ഉണ്ടായിക്കൊണ്ട് വന്നാലും അവരെയൊക്കെ വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി എൻ്റെ അച്ഛനുണ്ടെന്ന് പറയാം. നിരഞ്ജന പറഞ്ഞു, അവിടെ നിനക്ക് തെറ്റിയെന്ന് പറയാണ്. നിനക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്ത പല സാക്ഷികളും ഉണ്ടായിരിക്കും എന്ന് പറയാം. ഓ അതെനിക്കറിയാം ആരാന്ന്. ഒരു CI അല്ലേ, CIയും പിന്നെ ഒരു മാഷും. അവരെ കൊണ്ടല്ലേ നീ ഇപ്പം ഈ കേസ് കളിക്കാനായിട്ട് പോകുന്നേ. അവരൊന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തമ്പീനും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. അങ്ങനെയാണോ? എന്നാ നീ എന്താന്ന് വെച്ചാൽ ചെയ്യ. പറഞ്ഞ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്യാൻ പറയാണ്. അപ്പോഴേക്കും അജയ് ഇങ്ങോട്ടേക്ക് വന്നു. അജയനെ കണ്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, ഓ അജയ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾ കള്ളസാക്ഷികളെ ഉണ്ടാക്കാതിരിക്കോ അത് ഞങ്ങളുടെ ഇഷ്ടം. ഒരു വക്കീലാകുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങളും മുന്നോട്ട് പോകുന്നത്. അത് അജയ്ക്ക് പിന്നീട് മനസ്സിലാവും. മര്യാദയ്ക്കാണെങ്കിൽ അജയ്ക്ക് ഈ കേസ് വെച്ച് പിന്മാറുന്നതായിരിക്കും നല്ലത്. പിന്നെ വെല്ലുവിളിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനെങ്കിൽ അവസാനം നാണം കിട്ടി നടക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം. അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, നിരഞ്ജന വെല്ലുവിളിക്കൊന്നും വേണ്ട, ഈ കേസ് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒരു കേസ് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വിജയിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം. നിരഞ്ജന പറഞ്ഞു, ആയിക്കോട്ടെ, ഈ കേസ് കോടതിയിൽ എന്തായാലും തള്ളിപ്പോകാൻ പോകുന്നില്ല. ഈ കേസ് മുന്നോട്ട് തന്നെ പോകും. ഈ കേസിൽ വിജയം അവസാനം ജാനിയടുത്തേക്കായിരിക്കും എന്ന് പറയാം. നമുക്ക് കാണാം എന്ന് അജയും പറയാണ്. അങ്ങനെ നിരഞ്ജന മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ നിരഞ്ജനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അജയ് രണ്ടും കൽപ്പിച്ചാണ്. അജയ് താൻ ചെന്ന് കാണുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെതിരെയുള്ള നീക്കമായിരിക്കും അജയിനെ നടത്താനായിട്ട് പോകുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം നിരഞ്ജനയ്ക്ക് ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നി. അജയ്ക്ക് വേണമെങ്കിൽ കേസ് ഏറ്റെടുക്കാതിരിക്കായിരുന്നു, എത്ര ഭാഗത്ത് താനാന്ന് അറിഞ്ഞിട്ട്. പക്ഷേങ്കിൽ അജയ് പണത്തിന് വേണ്ടിയിട്ടാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവനെ പോലുള്ള ഒരുത്തനെയൊക്കെ വിശ്വസിച്ച് താൻ കൂടെ പോന്ന താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. തൻ്റെ അച്ഛനെന്നാകുന്നേ പറഞ്ഞാൽ വേണ്ട, അവൻ തനിക്ക് ചേരില്ല എന്നുള്ള കാര്യം. പ്രണയം തലയ്ക്ക് മൂത്തിരുന്ന സമയത്ത് എന്തേലും തലയ്ക്കിലേക്ക് കയറുമോ? ഒന്നുമില്ല. പക്ഷെ അതിനുശേഷമല്ലേ അജയുടെ സ്വഭാവമൊക്കെ ശരിക്കും മനസ്സിലാകുന്നേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്ക് ഒരു കുറ്റബോധം തോന്നി. അല്ല എന്തിനെങ്ങനെ ചിന്തിക്കുന്നേ? ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾ പിരിയാനായിട്ട് പോവുക. ജാനിയടുത്തേയും കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെ നിരഞ്ജന ഇങ്ങനെ തീരുമാനിച്ച് കേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരുങ്ങുവാണ്. പിന്നീട് അപർണ നേരെ തമ്പിയെ കാണാൻ ചെല്ലുന്നുണ്ട്. തമ്പിയാണ് ആകെപ്പാടെ ഒലഞ്ഞ മട്ട. കാരണം നടരാജൻ തമ്പിയോടൊപ്പം നിൽക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അയാൾ കോടതിയിൽ പോയി തനിക്കെതിരെ മൊഴി കൊടുത്താൽ അതൊരു പ്രശ്നമാവുമല്ലോ എന്നൊരു ചിന്തയൊക്കെ തമ്പിയുടെ മനസ്സിലുണ്ട്. ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് അപർണ അങ്ങോട്ട് ചെല്ലുന്നത്. അപർണ ചെന്ന് കഴിഞ്ഞപ്പോൾ വസുന്ധര അങ്ങോട്ടേക്ക് വന്നു. വസുന്ധര വന്നിട്ട്, ഞാൻ മോളോ വരാൻ പറയണം. അല്ലമ്മേ അമ്മ മരുന്നൊക്കെ കഴിച്ചായിരുന്നൊക്കെ ചോദിക്കണം. ഓ എന്ത് മരുന്ന് കഴിക്കാനാ മോളെ? ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, മരുന്ന് കഴിക്കാതിരുന്ന് പണ്ടത്തേനും പിന്നത്തെ ആക്കി വെച്ചേക്കരുത്. അറിയാലോ അമ്മയുടെ കണ്ടീഷൻ ഇപ്പോൾ അത്ര നല്ലതൊന്നും അല്ലെന്ന് പറയണം. എന്നാ കണ്ടീഷൻ? എനിക്ക് ഓരോന്ന് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാം. അതെന്താ അമ്മ അങ്ങനെ പറയണേ? നിന്റെ അച്ഛൻ ആകെപ്പാടെ സമനിലയേറ്റേ പറ്റില്ല. ഞാനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് എന്നെ ഓടിക്കുകയോ ചെയ്തേ. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പോലും തമ്പിയേട്ടൻ പറയാൻ കൂട്ടാക്കിയില്ല. മോളൊരു കാര്യം ചെയ്യുക, മോളൊന്ന് നീ ചെന്ന് ചോദിക്കുക. ആ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, ഞാൻ ചെന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് തമ്പിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. തമ്പിയുടെ അടുത്ത് എന്നിട്ട്, അച്ഛാ എന്താ അച്ഛാ, അച്ഛനിത് എന്ത് പറ്റി? അച്ഛന് ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലാണെന്ന് പറയാം. ഒന്നുമില്ല മോളെ എന്ന് പറയാം. എന്തോ കാര്യമുണ്ട്. ആ ജാനകിയുടെ രാധാമണി വരസയുടെ കാര്യമൊക്കെ ഓർത്തിട്ടാണോ? അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ അച്ഛൻ ആരുടെ മുന്നിൽ തോറ്റുപോകാനായിട്ട് ഈ അപർണ സമ്മതിക്കില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ തമ്പിക്ക് ഒന്നുകൂടെ ടെൻഷൻ. ദൈവമേ, ഇനിയിപ്പോൾ ജാനകി തൻ്റെ മോളാന്നും കൂടെ അറിഞ്ഞാൽ തന്നെ ഇവള് പച്ചയ്ക്ക് കത്തിക്കും. ദൈവമേ എന്താ ചെയ്യേണ്ടത്? പോരാത്തിന് വസുന്ധര ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്രയും കാലം ഇവള് അപർണ ജാനകിയെ വെറുത്തിരുന്നുള്ള ഇവളും
പലതവണ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അച്ഛനുണ്ടോടി അമ്മയുണ്ടോടി എന്നൊക്കെ ചോദിച്ചോണ്ട് അവളെ കുറ്റപ്പെടുത്തി കളയാക്കൊണ്ടിരുന്ന. എങ്ങാനും താനാണ് അവളുടെ അച്ഛനെന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂകമ്പം തന്നെ ആയിരിക്കും വീട്ടിലുണ്ടാകുമ്പോൾ. വേണമെങ്കിൽ വീടും തീയും കൂടെ വെക്കും ഇവള്. അപർണ അതൊക്കെ ഓർത്തപ്പം വല്ലാത്തൊരു ടെൻഷൻ. എന്താ അച്ഛൻ എന്താ ആലോചിക്കുന്നത്? കേസിന്റെ കാര്യം ഓർത്തിട്ടാണോ? വിട്ടുകളയ അച്ഛാ. ഈ അപർണ ഒരു കാര്യം ഏറ്റെടുത്ത തന്നെയാ. അല്ല, രാധാമണി പരിസരം കാണാൻ പോയിട്ട് എന്തായി, കണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. ഏയ് ഇല്ല, എന്താ അച്ഛാ കാണാൻ പറ്റിയില്ലെന്ന് ചോദിക്കാം. അത് അച്ഛൻ പറഞ്ഞില്ലേ മോളെ, അത് ഫേക്കായിട്ടുള്ള ഒരു സ്ത്രീയാ. അവരെ കൊണ്ടുവരട്ടെ, അവരെ കൊണ്ടുവന്നിട്ട് കേസ് ജയിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാന്നേ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല തമ്പി. പക്ഷെ എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ അപർണയ്ക്ക് തോന്നി. കാരണം ജാനകിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അച്ഛൻ്റെ മുഖമൊക്കെ വിളർന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. അച്ഛൻ എന്താ അച്ഛാ ടെൻഷൻ അടിക്കുന്നത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കള്ളസാക്ഷികളെ എത്ര വേണം നമുക്ക് കൊണ്ടുവരാം. അച്ഛൻ അവർക്ക് വേണമെന്ന് പണം കൊടുത്താൽ മാത്രം മതി എന്ന് പറയാം. അതുപോലെ എല്ലാവരും ഒന്നും അങ്ങനെ വീഴത്തില്ല എന്ന് പറയാം. വേണ്ടുന്ന പണം എറിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പിന്മാറുവാന്ന് പറയണം. അതുകൊണ്ടുള്ള ടെൻഷൻ ഉണ്ടെന്ന് പറയാം. പേടിക്കാതെ ധൈര്യമായിട്ട് ഇരിക്കാച്ചാ. ആ ജാനകിയൊക്കെ അബിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ്. ഈ സമയം അബി ജാനകിയെ കാണാനായിട്ട് ചെല്ലുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ രാധാമണി മനസ്സിൽ അവിടുന്ന് മാറ്റണമല്ലോ. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി ആ വീട്ടിൽ അവർ സേഫ് അല്ലെന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് പൂന്താനമില്ലത്ത് തിരുമുൽപ്പാടിനെ കാണാനായിട്ട് സക്കീർ വക്കീൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അബിയും ജാനയും കൂടെ ചെല്ലുവാണ്. അതിനുശേഷം രാധാമണി അങ്ങോട്ടേക്ക് മാറ്റി. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ജാനകിക്കൊരു സമാധാനമായത്. ഇനിയിപ്പോൾ തമ്പി അന്വേഷിച്ച് വന്നാൽ ഇവിടെ ആളെ കാണത്തില്ലല്ലോ, ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. മേരിക്കുട്ടി അമ്മേനെയും കൂടെ അങ്ങോട്ടേക്ക് വിട്ടു. കാരണം നോക്കാനായിട്ട് ഒരാൾ വേണമല്ലോ. പിന്നീട് അബിയും ജാനകിയും കൂടെ പുറത്തു വരെ പോവാണ്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് മേരിക്കുട്ടി അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നത് തന്നെ. ഇനി ഒരു സമാധാനമുണ്ട്. ജസ്റ്റ് വീട്ടിൽ നിന്ന് മാറി നിന്നാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ അങ്ങോട്ട് ഇപ്പോൾ അവർ താമസിക്കുന്നുള്ള കാര്യം തമ്പിക്ക് അറിയത്തില്ല. തമ്പി അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് കണ്ടുപിടിച്ചില്ലല്ലോ എന്നുള്ള കാര്യം അബിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് അബി സക്കീർ വക്കീലിനെ കൊണ്ട് അങ്ങനെയുടെ ഇടം തന്നെ സംഘടിപ്പിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, അതെ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ അബിയായിട്ട് വരാൻ പറയണം. അങ്ങനെ അവർ ബേക്കറിയിലേക്ക് കയറുവാണ്. അങ്ങനെ ബേക്കറി കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേസിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടണം. ഇനിയിപ്പോൾ തമ്പി വെറുതെ ഇരിക്കത്തില്ല എന്ന് പറയണം. അബി പറഞ്ഞു, അയാളിപ്പോൾ എന്ത് ചെയ്യാനാ? അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നീ മോളാന്ന് അറിഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ പറയാൻ പറ്റില്ല, തമ്പിയാണ് ആള്. ഒരു പക്ഷെ എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയതല്ലേ, അപ്പം മിക്കവാറും എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അബിയേട്ടാ. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടണം. അതിനുശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് പറയാം. നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ജാനകി അബി. അങ്ങനെ അവർ സംസാരിച്ച് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നകുലിന് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നകുലിന് ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അബിയോ ജാനകി അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നകുലിന് ഓപ്പോസിറ്റ് ചേരെ വന്നിരിക്കുകയാണ്. ആ സമയം ജാനകിനെ ജ്യൂസ് കുടിച്ച് അബിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ജാനകി ഒന്ന് പാളി നോക്കിയപ്പോഴാണ് നകുലിനെ കാണുന്നത്. ഒരു നിമിഷം ജാനകി ഒന്ന് ഞെട്ടിപ്പോയി. ഇതവനല്ലേ, നകുലിനല്ലേ ചിന്തിക്കുകയാണ്. എന്ത് ചെയ്യണ്ടേ, എന്ത് പറയണ്ടേന്ന് അറിയത്തില്ല. നകുലൻ തന്നെ നോക്കി നിൽക്കുന്നുണ്ടപ്പോഴത്തേനും ജാനകിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഇവൻ എന്തിനായിരിക്കും പോലും വന്നേ, തന്നെ കണ്ടു കഴിഞ്ഞു. ഒരു പക്ഷെ ഉപദ്രവിക്കാനാണോ എന്നൊരു ചിന്ത. തൊട്ടടുത്തിരിക്കുന്ന അഭിയേട്ടനാണല്ലോ. അപ്പോൾ അഭിയേട്ടൻ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എന്നൊരു ചിന്ത. അപ്പോഴേക്കും അബി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ജാനകി അങ്ങ് നോക്കുന്ന കണ്ടപ്പോൾ അബി നോക്കിക്കഴിഞ്ഞപ്പോൾ നകുലിനെ കണ്ടു. പെട്ടെന്ന് നകുലിനെ അബിയെ നോക്കിയിട്ട്, അബി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയുടെ നെഞ്ചിക്കൊരു ഇടിവിത്തി മിന്നി. ദൈവമേ, ഇവർ തമ്മിൽ പരിചയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? അബിയേട്ടനോട് താൻ ഇയാളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, തന്നെ ശല്യപ്പെടുത്തിയതോ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വല്ലാത്തൊരു പ്രശ്നമാണല്ലോ, വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണല്ലോ താൻ ചെന്ന് വീഴുന്നതെന്നുള്ള കാര്യം ജാനകി അറിയാം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊരു തീരുമാനങ്ങളൊക്കെ ജാനകി എടുക്കുന്നുണ്ട്. അപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.